ഇന്നേ ദിവസം നമുക്കെല്ലാവർക്കും ആവശ്യമായ ഒരു വചനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് പരിചയമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാനും മറന്നു പോകരുത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രദർ പറയുകയാണ്. ഈ വരുന്ന ജനുവരി 30 കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് 3 ദിവസം താമസിച്ചുള്ള ധ്യാനം, ശക്തീകരണ ധ്യാനം നടക്കുകയാണ്. ജെഫിൻ ബ്രദർ തന്നെയാണ് ഈ ധ്യാനം ലീഡ് ചെയ്യുന്നത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. ഈ പുതിയ വർഷം ദൈവത്തിൽ നിന്ന് പുതിയ കൃപകളും പുതിയ വരങ്ങളും പുതിയ ശക്തി സ്വീകരിക്കുക. കർത്താവ് ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് കേട്ടു പോകാതെ കർത്താവിന് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടും. താഴേക്കാൾ നമ്പർ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും കൊടുക്കും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുകയാണ് സമാധാനവും ഭദ്രതയും. നമ്മൾ ആദ്യം സമാധാനം എന്ന വാക്കിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായൊരു കാര്യമാണെന്ത്? സമാധാനം, അല്ലേ? സമാധാനമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ പറ്റുമോ? നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ സമാധാനമില്ലെങ്കിൽ അവിടെ നമുക്ക് സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സമാധാനമില്ലെങ്കിൽ അതെവിടെയാണെങ്കിലും, കുടുംബത്തിലാവട്ടെ, നമ്മുടെ കോളേജിലാവട്ടെ, ഓഫീസിലാവട്ടെ, എവിടെയാണെങ്കിലും സമാധാനമില്ലെങ്കിൽ തുടർന്ന് മുമ്പോട്ട് നമുക്ക് കഴിയില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും. ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ലോകം തരുന്നത് പോലെയല്ല. അതാർക്കും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുകയില്ല. രണ്ടാമത്തെ വാക്ക് എന്താ പറയുന്നത്? ഭദ്രത. ഭദ്രത എന്ന് പറയുന്നത് എന്താണ്? കെട്ടുറപ്പ്, അല്ലെങ്കിൽ സംരക്ഷണം, അതും അല്ലെങ്കിൽ സുരക്ഷിതത്വം, അല്ലേ? നമുക്കറിയാം, നമ്മൾ വീടൊക്കെ പണിത് 4 ചുറ്റും എന്താ പറയുക, മതിലൊക്കെ കെട്ടി വീട്ടിലൊരു നായി, ചില വീട്ടിലേക്ക് പോകുമ്പോൾ ബോർഡിലെ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്, നായുണ്ട് സൂക്ഷിക്കുക, അല്ലേ? അപ്പോൾ നമ്മളെ സൂക്ഷിക്കുന്നത് പട്ടിയാണെന്നാണ് പല മനുഷ്യരുടെ വിചാരം. പക്ഷേ ദൈവ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ അവരുടെ കുടുംബത്തെ, അവരുടെ സമ്പത്തിനെ, അവരുടെ വീടിനെ, വസ്തുക്കളെല്ലാം ആരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും? പറയും, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. കാരണം എന്താ? കർത്താവ് അവരെ സംരക്ഷിക്കും, കർത്താവ് ഭദ്രത നൽകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും നൽകും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം തിരുവചനം. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.